കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടമായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവെട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ. ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാനിവളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു. കണ്ണൻ ഇവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. என்ன சந்து என்னடா അവൻ രംഗൻ എന്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ. എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തല തല്ലി കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ. അവന്റെ ആളുകൾ തല്ലി ചതച്ചൊരു വിഴുപ്പ് പാണ്ഡം പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ, ഞാൻ ചത്തോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ചു തരാൻ, മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണി ഉരിയേണ്ടി വന്നു സാറേ, എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ. ഇപ്പോ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ശരീരം കൊണ്ട് പ്രയോജനം ഒന്നുമില്ല. എന്നിട്ട് കണ്ണൻ അയാളെവിടെ? അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. കുറച്ചുനാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നെന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു. അവിടുന്നും പോയെന്നാ അറിഞ്ഞത്. കടം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ? പക്ഷെ എന്ത് ചെയ്യാനാ, നീയൊന്ന് മനസ്സ് വെക്കാഞ്ഞിട്ടല്ലേ? എന്താ വൈകുന്നേരം വരട്ടെ? വേണ്ട. അതെന്താടി വെച്ച ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന നോട്ട് തന്നെയല്ലേ ഞാനും തരുന്നത്? ആ പൂക്കാരി തലടയിൽ പിടിച്ചു പറിക്കുന്ന പോലെ വാങ്ങിച്ചതാ. ഇനി ഏതായാലും ഇയാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും എന്റെ കച്ചവടം തീരും. നമുക്ക് ഒരുമിച്ച് പോവാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നെറിയോടെ ജീവിക്കാൻ നോക്ക്. வேலோ வாடாங்க. ஏண்டா நீ போகலையா? படுத்து படிக்க இருக்க அப்பாவை கூட்டிட்டு நான் எப்படி போக முடியும்? எப்படி போக முடியும்? அவரை விட்டுடுங்க. நானும் என் பசங்களும் அனாதை ஆயிடுவோம். நாங்க எங்கேயாவது போயிடுறோம். அவரை உயிரோட விட்டுடுங்க. இந்த பாரு, 10 நிமிஷத்துக்குள்ள நான் திரும்பி வருவேன். அதுக்குள்ள இந்த இடத்தை காலி பண்ணல தொலைச்சு விடுவேன். தொலைச்சு എന്താടാ നായ്ക്കളെ കേറി പോയിടാ. കോമാരി പസങ്ങളാ. അവന്റെ മറ്റേതിലെ ഒരു തപ്പുവായ பாவம் வேலு. இங்க இருக்கிறது வீடும் குடிசை இல்ல,
அந்த രംഗണ്ണനുടേതാണെന്നാണ് വെപ്പ്. വാടകാശി ശരിക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കുന്നത്. ആനാ സംഗതി അതല്ലേ. இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு. அந்த சந்திரக்கும் அவள் மேல ஒரு கண்ணு. இது தெரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா? மேட்டுப்பாளையத்தில் அக்கா வீட்டில் கொண்டு போய் விட்டாச்சு. அதுதான் இந்த முண்டத்துக்கு காவா. கொஞ்சம் நிறுத்துங்க. நீங்க எல்லாரும் இது കാണുங்கോ. ഒരു കുടുംബം ഇവിടെ നിന്ന് പോവാണ്. എതുക്ക്? അതിന്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും தெரியும். ഒരു ഗുണ്ട വന്നവരെ വിരട്ടി ഓടിക്കുന്നു. ആരാണവൻ? മன்னிச்சிடுங்கோ. എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ பேச தெரியல. பரவாயில்லை, நீங்க மலையாளத்துல சொல்லுங்க, எங்களுக்கு புரியும். மனசு புரியும் போது ഭാഷ എതുക്ക് തമ്പി, சொல்லுங்க. വേലുവിന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് വേലുവിനുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ വീട്ടുതണ്ടകൾ ഗുണ്ടകൾക്ക് നിരകാൻ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല. നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല. ഒരായുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയം വെച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ചട്ടമ്പികൾക്കും കൂലിത്തല്ലുകാർക്കും അതിൽ കാര്യമില്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവുക. எழுந்துடுறா. நான் என்ன சொல்லிட்டு போனேன்? അവനെ കൊല്ലരുത്. നിനക്ക് മാത്രമല്ല, രംഗന്റെ വളർത്തുനായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായിരിക്കും. ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കൈന്റെ ചൂടായിരിക്കും അറിയുക. മനസ്സിലായോ?